യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അപമാനിക്കുന്ന തരത്തിൽ വൈറ്റ് ഹൌസിൽ നിന്ന് സന്ദേശമയച്ച യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നാറ്റോ രാജ്യമായ നോർവേ ചെക്ക് എഴുതിയിരിക്കുന്നു. യുക്രൈനിന് പിന്തുണ പ്രഖ്യാപിച്ച് സൈന്യത്തിന് ഇന്ധനം നൽകുന്നത് നിർത്തുമെന്നാണ് നോർവേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ്. യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം നടത്തുന്നത്. 3 വർഷമായി യുദ്ധം തുടരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം നിർത്താൻ ശ്രമിക്കുകയാണ്. ആദ്യം ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം അമേരിക്കൻ പ്രതിനിധികളുമായി ചേർന്ന് ചർച്ചകൾ നടത്തി. അതിനു പിന്നാലെയാണ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി 2 ദിവസം മുമ്പ് വൈറ്റ് ഹൌസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് സെലൻസ്കി അവിടെയെത്തി. പത്രസമ്മേളനത്തിനിടെ യു.എസ്. വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നു. അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറ്റപ്പെടുത്തിയതിന് സെലൻസ്കിയെ പുറത്താക്കി. യു.എസ്. വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് സെലൻസ്കിയെ അപമാനിച്ചാണ് യാത്രയയച്ചത്. സംഭവം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. റഷ്യയുടെ യുക്രൈനെതിരായ യുദ്ധത്തിന്റെ തുടക്കം മുതൽ അമേരിക്ക സെലൻസ്കിയെ സഹായിച്ചിട്ടുണ്ട്. യുക്രൈനോടും സെലൻസ്കിയോടും നിലവിൽ അമേരിക്ക വളരെ ദേഷ്യത്തിലാണ്. ഇനി യുക്രൈനിന് അമേരിക്കൻ സഹായം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും സെലൻസ്കിയെ അപമാനിച്ചതിന് അമേരിക്കയ്ക്കെതിരെ ഒന്നിച്ചത്. അതേസമയം നാറ്റോ സേനയുടെ ഭാഗമായ നോർവേയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അമേരിക്കയ്ക്ക് ഒരു ചെക്ക് എഴുതി നൽകിയിട്ടുണ്ട്. അതായത് നോർവേ ഒരു യൂറോപ്യൻ രാജ്യമാണെന്നാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന നാറ്റോ സേനയിൽ നോർവേ അംഗമാണ്. ഹോൾഡ്പക് ബങ്കേഴ്സ് എന്ന പേരിൽ ഒരു എണ്ണ ഷിപ്പിംഗ് കമ്പനി നോർവേയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ഉടമയുടെ പേരാണ് ഗന്നർ ഗ്രാൻ. പ്രതിവർഷം 3 ദശലക്ഷം ലിറ്റർ ഇന്ധനം യു.എസ്. സൈന്യത്തിന് കമ്പനി നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യുക്രൈനിന് പിന്തുണയായി യു.എസ്. സൈന്യത്തിനുള്ള ഇന്ധന വിതരണം കമ്പനി പെട്ടെന്ന് നിർത്തിവച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹോൾഡ്പക് ബങ്കേഴ്സ് കമ്പനിയുടെ പേരിൽ യു.എസ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഒരു ഭയാനകമായ ഷോ തങ്ങൾ കണ്ടുവെന്നതാണ് സംഘർഷത്തിന്റെ പശ്ചാത്തലം. അമേരിക്ക പിന്നിലേക്ക് കുത്തുന്ന ഒരു ടി.വി. ഷോ സംപ്രേഷണം ചെയ്തപ്പോഴും സ്വയം നിയന്ത്രിക്കുകയും ശാന്തത പാലിക്കുകയും ചെയ്തതിന് യുക്രൈൻ പ്രസിഡന്റ് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ട്രംപിന്റെ മോശമായ സമീപനം മൂലം നോർവേയിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ കമ്പനിയിൽ നിന്ന് യു.എസ്. സേനയിലേക്ക് ഇന്ധനം അയക്കുന്നത് നിർത്തും. അതേസമയം നോർവേയിലെ അമേരിക്കൻ കപ്പലുകൾക്ക് ഇന്ധനം നൽകുകയും ചെയ്യുമെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് കമ്പനിയുടെ പ്രസിഡന്റും സിഇഒയുമായ ഗുന്നർ ഗ്രാൻ പറയുന്നത്, ട്രംപിന്റെ നടപടികളുടെ ഫലമായി 1 ലിറ്റർ ഇന്ധനം പോലും യു.എസ്. സൈന്യത്തിന് എത്തിക്കില്ലെന്നാണ്. നോർവേയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നമ്മളെപ്പോലെ നടപടിയെടുക്കണം. ഞങ്ങൾ യുക്രൈനെ പിന്തുണയ്ക്കുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ ധാരാളം യുക്രൈനിയൻ ജീവനക്കാരുണ്ട്. യുദ്ധം യുക്രൈനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമെന്നും അതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. നാറ്റോ രാജ്യമായ നോർവേയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ തീരുമാനമാണിത്. അതേസമയം നാറ്റോ അംഗമായ നോർവേയുടെ നിലപാടിനെക്കുറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോർ പറയുന്നത്, ട്രംപ് യു.എസ്. പ്രസിഡന്റായി അധികാരമേറ്റിട്ട് 6 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളുടെയും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളുടെയും അനന്തരഫലങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ അദ്ദേഹത്തോടൊപ്പം കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു.